വന്നിട്ടുണ്ട് കുറേ വർഷങ്ങളായി. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, നമ്മുടെ MLA അൻവർ സാദത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വർഗീസ്, ബ്ലോക്ക് മെമ്പർ കുഞ്ഞമ്മ ടീച്ചർ കുഞ്ഞമ്മ, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ജോയി ഇടശ്ശേരി, മെമ്പർ ആൻഡ്രു തളിയൻ, എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആശംസകൾ. 22 വർഷങ്ങളായി കാഞ്ഞൂർ ഫൊറാനപ്പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് വോയിസ് ഓഫ് പ്രവർത്തിച്ചു വരുന്നു. നാളിതുവരെ ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ച എല്ലാ ഭാരവാഹികളെയും സ്നേഹത്തോടെ സ്മരിക്കട്ടെ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കൊല്ലം കാഞ്ഞൂർ വിമല ആശുപത്രിയിൽ നമ്മുടെ വികാരിയച്ഛന് അനുവാദം തന്നാൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമേ തന്നെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വികാരി അച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെയെല്ലാം പ്രതിനിധിയായ അൻവർ സാദത്ത് MLA വളരെയേറെ തിരക്കുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വോയിസ് ഓഫ് യൂത്തിന്റെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വോയിസ് ഓഫ് യൂത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജോയി ഇടശ്ശേരി നമ്മുടെ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ വോയിസ് ഓഫ് യൂത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വാർഡ് മെമ്പർ ആൻഡു തള്ളിനെ വോയിസ് ഓഫ് യൂത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബ്ലോക്ക് മെമ്പർ കുഞ്ഞമ്മ ജോർജിനെ വോയിസ് ഓഫ് യൂത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ആലുവ MLA ബഹുമാനപ്പെട്ട അൻവർ സാദിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനായ വേദിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛൻ, മറ്റ് ജനപ്രതിനിധികളെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ജില്ലാ ജനപ്രതിനിധികളെ, ബഹുമാനായ അച്ഛൻ, ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വോയിസ് ഓഫ് യൂത്തിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇതെല്ലാം കുറച്ച് സമയം കളയണ്ട എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പേര് പറയാറുന്നത്. കാരണം നിങ്ങളെല്ലാം നല്ലൊരു ഗാന സദ്യ ആസ്വദിക്കാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ എടുത്ത് അധികം പ്രസംഗിച്ച സമയം കളയുന്നില്ല. എന്തായാലും വോയിസ് ഓഫ് യൂത്ത് എല്ലാ വർഷവും ഇവിടെ നല്ലൊരു ഗാനസദ്യ ഒരുക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, കലാഹൃദയമുള്ള കലാസ്നേഹികളായ കാഞ്ഞൂരിന്റെ മണ്ണിന്റെ മക്കളെ നല്ലൊരു ഗാനസദ്യ കേൾപ്പിച്ചുകൊണ്ട് വോയിസ് യൂത്ത് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ അവരെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അടുത്ത് ഒരു അനുവാദം ചോദിച്ചു. വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് അനുവാദം ചോദിച്ചത്. ഡയാലിസിസ് സെന്റർ തുടങ്ങുക എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വാർഡിന്റെ മെമ്പർ ശ്രീ ആൻഡ്രു തളിയൻ, തിരുനാൾ ജനറൽ കൺവീനർ ശ്രീ ജോയി ഇടശ്ശേരി, പ്രിയപ്പെട്ട കുരുവിളച്ച, വോയിസ് ഓഫ് യൂത്ത് കാഞ്ഞൂരിലെ ഭാരവാഹികളെ, സ്നേഹമുള്ള നാട്ടുകാരെ, നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ 22 വർഷങ്ങളായി നമ്മൾ നടത്തിപ്പെടുന്ന ഈ കലാസദ്യ ഇന്ന് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിറവേറ്റുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ യുവശക്തി നാടിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമാണ്, ശക്തിയാണ് എന്ന് നമ്മുടെ MLA പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ കൂടുതൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ നാടിന് എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകും എന്നതിന് സംശയമില്ല. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹാശസ്സുകൾ ഒത്തിരിയേറെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഈ തിരുനാള് ഈ നാടിൻ്റെ മുഴുവൻ്റെയും വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഒക്കെ നിദാനമാണ്. വർഷത്തിലൊരിക്കലും നമ്മൾ നടത്തുന്ന ഈ ആഘോഷം നമുക്ക് എന്തെന്നില്ലാത്ത അനുഗ്രഹവും ഒപ്പം ചൈതന്യവും ശക്തിയും ഓജസ്സും സ്നേഹിതരെ, ഇവിടെ എത്തിച്ചേർന്ന വളരെയധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ MLA അച്ഛനും ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. ഏവർക്കും ഇതിൽ സഹകരിച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കലാ പ്രോഗ്രാം ആരംഭിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. കൈയൊന്നുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വളരെയധികം നല്ല രീതിയിൽ പാട്ട് പാടാനും നിങ്ങളെ കാണാനും സാധിച്ചു. ഇപ്രാവശ്യവും അതിന് ഉള്ള ഭാഗ്യം പുണ്യങ്ങൾ ഉണ്ടാക്കി തന്നു. എന്തായാലും സെബസ്ത്യാനോസ് പുണ്യാളന്റെ ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പ്രോഗ്രാം നടത്താൻ എല്ലാ അനുമതിയും തന്ന ഇതിലെല്ലാം ബന്ധപ്പെട്ടവരോടും വളരെയധികം നന്ദി. അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ? താങ്ക് യു. സെബസ്ത്യാനോസേ വീരചരമം പ്രാപിച്ചവനെ വിശ്വാസികളാം ഞങ്ങൾക്കു